നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു പെയിൻ അല്ലേ. ഇത് നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒറ്റയ്ക്കാക്കിയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, നമ്മൾ പരാജയപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സ് വല്ലാതെ വേദനിക്കും അല്ലേ. അപ്പം അതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹൗ ടു ഹാൻഡിൽ മെൻ്റൽ ഹേർട്ട്. നമ്മൾ മാനസികമായിട്ടുള്ള ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യമാണ് ഇന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ പരാജയങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോവാം, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. എന്തൊക്കെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മളതിനെ മറികടന്ന് എല്ലാവരും ജീവിക്കും. പക്ഷേ നമ്മളത് മറികടന്ന് ജീവിക്കുമ്പോഴും ചില സമയങ്ങളിൽ ആ ഒരു സിറ്റുവേഷൻ, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോകാതെ, ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാം. പ്രത്യേകിച്ചും ഒരു പാരൻസ് എല്ലായിരിക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, നമുക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഇത്രയും ഹേർട്ടായി പെയിൻഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കാണിച്ചാലും അത് നമ്മളുടെ പോരായ്മകളായിട്ട് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ചില സമയം കുട്ടികളുടെ പുറത്തായിരിക്കും ദേഷ്യം കാണിക്കുക, ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതായിരിക്കാം. കാരണം നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ മാനസികാവസ്ഥ ആ ഒരു അവസ്ഥയിലാണുള്ളത്. നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളങ്ങനെ പെരുമാറുന്നതല്ല. പക്ഷെ നമുക്കത് ഹാൻഡിൽ ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് എല്ലാവരുടെ ലൈഫിലും ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു വീക്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ആയിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഹേർട്ട് വരാം. ചില ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ചില വലിയ കാര്യങ്ങൾ, വലിയ പരാജയം അല്ലെങ്കിൽ വലിയൊരു ഏകാന്തത ഫീൽ ചെയ്യുക, ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴും ഈ ഒരു അവസ്ഥ മറികടക്കുക. നമ്മൾ തന്നെ മറികടക്കും, പക്ഷേ മറികടക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം നമ്മുടെ ഈ ഒരു സിറ്റുവേഷനെ എന്ന്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്, നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും വേണ്ടി സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ആക്സെപ്റ്റ് യുവർ ഫീലിങ്സ് കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, നമുക്ക് എന്താണോ വന്നിട്ടുള്ള ഇമോഷൻസിനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടതായിരിക്കാം, അതിൽ നമുക്ക് ഒരുപാട് ദേഷ്യവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു കാര്യത്തിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ചില സമയത്ത് നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ ചില സമയം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ നമ്മളതിനെ മറച്ചു വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരിയിട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളെ ഡീൽ ചെയ്യുന്നൊക്കെ ആ സമയത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ദേഷ്യം കൂടാനും അവരടുത്തൊക്കെ റിയാക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവേ ഞാനൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എൻ്റെ മൂഡ് ശരിയില്ല കേട്ടോ, എൻ്റെ അടുത്ത് അധികം ഇതായിട്ട് വരല്ലേ എന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ഫീലിങ്സ് ഞാൻ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ആദ്യമേ പറയാം, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഫീലിങ്സിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ആദ്യം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുള്ളൂ എനിക്ക് എന്തോ ഒട്ടും ഞാൻ അഡ്ജസ്റ്റ് അല്ല, എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ലെവലില്ല, അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വിട്ട് നിന്ന് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് പറയാനോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവണം ആദ്യം എൻ്റെ ഒരു ഫീലിങ്സ് ഇങ്ങനെയാണ്, എനിക്കിപ്പോൾ കുറച്ചൊരു വിഷമത്തിലുള്ളത്, അല്ലെങ്കിൽ ഞാനത് ഓർത്ത് വിഷമിക്കുന്നുണ്ട്, ഒരു കാര്യം എന്നെ ഹേർട്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മളെ ഫീലിങ്സ് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അത് തീരെ അറിയില്ല. അതുകൊണ്ടാണ് പൊട്ടിത്തെറികളും അല്ലെങ്കിൽ നമ്മളെ ബിഹേവിയറെ മറ്റുള്ളവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബിഹേവിയർ ആയിരിക്കും. ചില ആൾക്കാർ ഭയങ്കര കരച്ചിലായിരിക്കും, ചില ആൾക്കാർ ഭയങ്കര മൂടിയിരിക്കും, സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ നമ്മളെ ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് പോയിന്റായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരോടെങ്കിലും ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ടോക്ക് ടു സംവൺ, സേഫ് ആയിട്ടുള്ള ഒരാളെടുത്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലത് കുന്നുകൂടി വെക്കുക, നമ്മൾ ആരോട് സംസാരിക്കുക, ഓപ്പൺ അപ്പ് ആവാതിരിക്കുമ്പം ഒരു പക്ഷേ ഇന്ന് നമുക്ക് നോർമലി ഹ്യൂമൻ ബീങ് നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ എപ്പോഴും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കടന്നിട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളതല്ലേ. കുറച്ച് ദിവസം എടുക്കും, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളതിനെ ഹീൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൊതുവേ ഇതൊക്കെ ഉള്ളിൽ വെച്ച് നമ്മളിങ്ങനെ പോവാണ്, നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷൻസോ അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും തിരിച്ചറിവൊന്നുമില്ല. പക്ഷെ അതിനെ നമ്മളങ്ങനെ തണുപ്പിച്ചു, നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഇതിനേക്കാൾ ഏറെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും ആരോട് പറയാതെ ചെയ്ത് അടുത്തൊരു വിഷമം അല്ലെങ്കിൽ ഒരു ഹേർട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്നും കൂടെ ഒരു പെയിൻ കൂടുതലാണ്. അതിലെനിക്ക് അതും ഒക്കെ ഓർത്തിട്ട് ഒരു സങ്കടവും കരച്ചിലും ഒക്കെ കൂടും. അത് നോർമലാണ് നമ്മുടെ മനസ്സിങ്ങനെ വിഷമിക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് ആരോടെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരു സുഖമുള്ളൊരു കാര്യം വേറെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്താണോ ഹേർട്ടായിട്ടുള്ളത്, എന്താണ് മാനസികമായിട്ട് വിഷമം സംഭവിച്ചിട്ടുള്ളത് എന്ന് അവരടുത്ത് സംസാരിക്കാനും അത് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു നന്നായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളോട് പറയുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ആശ്വാസം ഉണ്ടാവും, നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചല്ലോ എന്നുള്ളത്. അതൊരു നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ഗുണമാണ്. അതോടൊപ്പം ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു നല്ല രീതിയിൽ ചിന്തിക്കാൻ ഒരു പവറുള്ള ഒരാളും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് നമുക്ക് വളരെ ആശ്വാസം തരുന്നൊരു കാര്യമായിരിക്കും. ഒരു പക്ഷേ ആ ഒറ്റൊരു നേരം കൊണ്ട് നമുക്ക് മാറാനും പറ്റും, നമ്മുടെ ഈ ഒരു മാനസിക ബുദ്ധിമുട്ടേ മാറാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ പൊതുവെ നമ്മൾ പറയില്ലേ, കൗൺസിലേഴ്സിനെയും സൈക്കോളജിസ്റ്റ്
സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണിച്ച് സംസാരിക്കാമെന്നുള്ളത്. അത് പൊതുവെ അതുകൊണ്ടാണ് പലരും ചില ആൾക്കാർ ഭയങ്കര പീക്ക് ലെവലിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ ഇങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ അവരൊക്കെ പോയി കാണുന്നതും അവരിൽ നിന്ന് കുറച്ച് അഡ്വൈസൊക്കെ വാങ്ങുന്നതും അതുകൊണ്ടാണ്. കാരണം അത് നമ്മളൊരാളത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ച് തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത്രയും ഒരു റിലീഫാണ് നമ്മുടെ മൈൻഡിന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഹേർട്ടോ ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. പിന്നെ സ്വന്തമായിട്ട് ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഐസൊലേഷൻ യുവർ സെൽഫ്. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു കാര്യവും മനസ്സിൽ വെക്കുക. നമുക്കെല്ലാവരും മനസ്സിൽ എപ്പോഴും ഹേർട്ടിങ്ങും അല്ലെങ്കിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരും. ഒരു സമയത്ത് ഒറ്റയ്ക്ക് എല്ലാം ഒതുക്കി പിടിച്ച് ഒരു ഭാഗത്തിരിക്കുന്ന ഒരു പ്രവണത നിർത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഞാനും അങ്ങനെയാണ്. എൻ്റെ ലൈഫിലും ഏറ്റവും കൂടുതൽ ഞാൻ എടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്, ഒറ്റപ്പെടൽ. ഞാനൊന്നും ഒരാളടുത്ത് അധികം സംസാരിക്കാൻ പോവാതെ ഞാൻ തന്നെ അതിനെ മനസ്സിൽ വെച്ച് ഹീൽ ചെയ്ത് പോകുന്നൊരു ക്യാരക്ടറാണ് എൻ്റെത്. ഞാൻ ആരുടെ അടുത്തൊന്നും പറയാൻ പോകാറില്ല. ഒരു നല്ല പാർട്ട്ണർ ഉണ്ട് എൻ്റെ ലൈഫിൽ, പക്ഷേ ഞാൻ അദ്ദേഹത്തിനടുത്താണെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ ഞാൻ കാര്യങ്ങൾ സംസാരിക്കാൻ പോകാറില്ല. പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് എനിക്കറിയാം എങ്ങനെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യമുണ്ട് കേട്ടോ. പക്ഷേ പൊതുവേ മുമ്പേ ആണെങ്കിൽ പോലും ഞാൻ സംസാരിക്കില്ല. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോഴായാലും കേട്ടോ. എനിക്കൊരു ഹേർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് അധികം കമ്പനി ആവാൻ പോവാതെ ഞാൻ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാറും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ളവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രയും വിഷമമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാതിരിക്കും. പക്ഷേ പൊതുവേ നമ്മൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തൊരു പെയിൻ ഉണ്ട്, എന്തോ ഒരു സമ്മർദ്ദം, എന്തോ ഒരു വേദന നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് നമ്മൾ എന്താക്കണം, സമൂഹത്തിൽ ഇറങ്ങുക, സംസാരിക്കുക എല്ലാവരുടെ അടുത്തും. ഈ കാര്യമല്ല, നമ്മൾ സോഷ്യലാവുക കുറച്ചും കൂടെ. നമ്മൾ ഈ ഒരു പെയിൻ നമ്മളിൽ നിന്ന് മറന്നു പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യലാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മളിങ്ങനെ നടക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിലേക്ക് ഇരുന്ന് ഒരുപാട് സംസാരിക്കാനും അങ്ങനെയൊക്കെ ശ്രമിക്കുക. നമ്മൾ കുറച്ചും കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പൊതുവെ എല്ലാവരും എല്ലാവരും ഉൾവലിയുക ചെയ്യുക, ഭയങ്കര സൈലൻ്റ് ആവും. കാരണം ആ ഒരു പെയിൻ നമ്മളൊരിക്കലും വേറെ ഒന്നിനോടും ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലോട്ട് വിചാരിക്കുക, നമ്മൾ അങ്ങനെ ഇരിക്കാതെ നമ്മൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യലായിട്ട് മിങ്കിൾ ചെയ്യാനും നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാനും വേണ്ടി ശ്രമിക്കാം. പൊതുവേ നമ്മൾ ഹൗസ് വൈഫായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒറ്റപ്പെടൽ അവർ കാണിക്കാല്ലേ. ഇപ്പം ഞാൻ പറയാം, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇല്ലയെന്നല്ല, അവർക്കും അങ്ങനെ ചിലപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് അവർ സൈലൻ്റായിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്നാലും കുറച്ചും കൂടെ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യുമ്പം അവർ സത്യം പറഞ്ഞാൽ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മുടെ പെയിനോ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻസ് നമുക്ക് മറക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. നമ്മളെപ്പോഴും സോഷ്യലായിട്ട് ചിലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ, നമ്മളിലേക്ക് ഉൾവലിയാതെ ഒറ്റപ്പെടാതെ നമ്മൾ സോഷ്യലായിട്ട് തന്നെ ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ചില ആൾക്കാർക്ക് അങ്ങനത്തെ നിങ്ങൾ തന്നെ ചിന്തിച്ചു അതൊരു സിറ്റുവേഷനിലേക്ക് പോകാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി മറക്കും. നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ, നമ്മളെ മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മറക്കും. അപ്പം നമ്മളെപ്പോഴും ഉൾവലിഞ്ഞ് നമുക്കായിട്ടൊരു കോർണറിലേക്ക് പോകാതെ നമ്മൾ സോഷ്യലായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് വെച്ച് തന്നെ പറയാവുന്ന ഒരു കാര്യമായിട്ടാ റൈറ്റ് യുവർ തോട്ട്സ് എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ നമുക്ക് പൊതുവെ ചിലപ്പം നമ്മൾ ഉൾവലിഞ്ഞു പോകും, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സംഭവിച്ചു പോകും, നമ്മൾ ഒറ്റപ്പെടാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ അങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ എടുക്കുന്ന നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് റൈറ്റ് യുവർ തോട്ട്സ് എന്നത്. നമുക്ക് എനിക്കങ്ങനെ പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. പുറത്ത് പോയിട്ട് എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഞാൻ സൈലൻറ്റ് മോഡായിരിക്കും. ഞാൻ സൈലൻറ്റ് മോഡിൽ കാണുമ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും എന്തോ ആൾക്കൊരു വിഷമം ഉണ്ടെന്നുള്ളത്. കാരണം ഭയങ്കര സൈലൻറ്റ് മോഡായിരിക്കും. ഞാൻ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും ആ ഒരു സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുക്കുന്ന എനിക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നൊരു കാര്യമാണ് ഈ റൈറ്റ് തോട്ട്സ് എന്നുള്ളത്. എനിക്ക് എന്താണ് ഹേർട്ട് ചെയ്തത്, വാട്ട്സ് യുവർ ഹേർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ എന്നോട് ചോദിച്ചിട്ട് എന്താണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ, അതും ഞാൻ ഇങ്ങനെ എഴുതും. എന്താണ് ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത്, ഇപ്പം ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് എഴുതും. എനിക്ക് ജേർണലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അതിൻ്റെ ആൻസേഴ്സ് എഴുതുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അതെന്നെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യാറുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥേനെ ഒരു പരിധിയോളം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു വലിയ കാര്യമായിട്ട് ജേർണലിംഗ് എനിക്ക് തോന്നാറുണ്ട്. എനിക്കിപ്പം എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കുഞ്ഞു മക്കളെ തൊട്ട് തന്നെ നമ്മളെപ്പോഴും ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന്. ഇതിപ്പോൾ ഞാൻ ജേർണലിംഗ് അല്ല പറയുന്നത്, റൈറ്റ് യുവർ തോട്ട്സ് ഞാൻ എപ്പോഴും ഇങ്ങനെ റൈറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് എൻ്റെ ഹേർട്ട്, എങ്ങനെയാണ് ഇത് ഉണ്ടായത്, എൻ്റെ റീസൺ എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഞാൻ സോൾവ് ചെയ്യേണ്ടതെന്നും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും ഇങ്ങനെയൊക്കെ ഞാൻ ഇരുന്ന് എഴുതും. അത് അങ്ങനെ എഴുതുമ്പോൾ തന്നെ എനിക്ക് അതിനുള്ള സൊല്യൂഷൻസും അല്ലെങ്കിൽ എനിക്കൊരു റിലീഫും കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം.
അല്ല, ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി കേട്ടോ. നമ്മൾ പൊതുവേ നമുക്ക് എന്തെങ്കിലും ഹേർട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്ന ഒരു അടുത്ത സ്റ്റെപ്പായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഉറക്കം ഉണ്ടാവില്ല, നല്ല രീതിയിൽ വ്യായാമം ഉണ്ടാവില്ല, ഒറ്റ ചടഞ്ഞിങ്ങനെ കിടക്കുക, അങ്ങനെയായിരിക്കും. ഒരു പക്ഷേ എല്ലാവരും അങ്ങനെയായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഞാൻ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ചിലപ്പോൾ ഭയങ്കര എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആരോടൊന്നും സംസാരിക്കില്ല, മിണ്ടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എന്നോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ ഷൗട്ട് ചെയ്യും, കാരണം ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ടാവും. എന്തെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുക, കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ ഉറക്കില്ലായ്മ ഉണ്ടാവും, നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകാൻ നമ്മൾ പരാജയപ്പെട്ടിട്ട് ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ഹേർട്ട് ചെയ്തു, അത്രയും വേദനിപ്പിച്ചു, അങ്ങനെ ഇരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നമ്മൾ സ്നേഹിച്ച ആളോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും എഫക്റ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ എപ്പോഴും നമ്മുടെ ബോഡി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുവെ പറയാറില്ല, എക്സാമിനൊക്കെ എഴുതാൻ ഇരിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻസ് വരുമ്പോഴും സ്ട്രെസ് വരുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കലി വൊമിറ്റിംഗ് ടെൻഡൻസി വരും. അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആട്ടോ. മനസ്സും നമ്മുടെ ശരീരമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. നമ്മളത് ഈ സൈക്കോളജി പോലത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക, വ്യായാമം ഇല്ല, ഒരു ഭാഗത്ത് തന്നെ ചടഞ്ഞിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങളൊരു ആ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സോടെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരിക്കലും ഫുഡിനോടൊരു റിജക്ഷൻസ് കൊടുക്കരുത്, വെള്ളം കുടിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ ചടഞ്ഞ് കിടക്കരുത്. എനിക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ ഹാൻഡിൽ ചെയ്യാതിരിക്കില്ല, എല്ലാവരും ഹാൻഡിൽ ചെയ്ത് വന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ മാത്രമായിരിക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവുക, ചില സിറ്റുവേഷൻസ് ആയിരിക്കും, അത് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും, ചില സിറ്റുവേഷൻസ് കയ്യിൽ നിന്ന് പോയതല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും മെയിനൊരു സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇതിലേക്കൊന്നും വീഴാതെ നമുക്കതൊരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ അത് വന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ വിഷമങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ അതൊരു ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചെന്നെത്തിപ്പെടാം. അതുകൊണ്ട് ചില സിറ്റുവേഷൻസൊക്കെ പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഇപ്പം വീട്ടിൽ ഹൗസ് വൈഫായിട്ട് അവർ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പോകുന്നൊരു ട്രോമ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അല്ലാതെ ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർ വർക്കും വീടും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഓരോരോ മാനസിക ബുദ്ധിമുട്ടുകളും കൂടെ കടന്നു വരുമ്പോൾ അത് കൊണ്ടുപോകാൻ അവർ വിടുന്ന ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ തലമുറകൾക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഡിപ്രഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കേൾക്കേണ്ടി വരുന്നത് അല്ലേ. പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയും. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു വേർഡാണെന്നുള്ള രീതിയിൽ ഒരിക്കലല്ല കേട്ടോ, ഇതൊരു മാനസികാവസ്ഥയാണ്. നമുക്കുണ്ടാകുന്ന ഒരു പെയിനെ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ആദ്യത്തേക്ക് നമ്മൾ സില്ലിയായി കളയരുത്. ഈ പറഞ്ഞ ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. ഓഫ് കോഴ്സ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയാൻ റെഡ്യൂസ് ഓവർ തിങ്കിങ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ്. നമ്മൾ ലൈഫിൽ നമുക്ക് എന്താണ് ഇനി നെക്സ്റ്റ് എന്നറിയാതെ നമ്മുടെ ജീവിതമേ തീർന്നു എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻസ്, നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവർ ആരെങ്കിലും വേദനിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരാജയങ്ങളായിരിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ് ഉണ്ടാവുക അല്ലേ. അപ്പം അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്ര ചിന്തിച്ചാലും ഇനി എൻ്റെ ലൈഫിലേക്ക് ഞാനിപ്പം എന്താണോ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന വേദന, എനിക്കുണ്ടായിരുന്ന ഒരു ഹേർട്ടിനെ പറ്റി ഞാൻ എത്ര ചിന്തിച്ചാലും എന്ത് രീതിയിലായിക്കഴിഞ്ഞാലും അതെൻ്റെ ലൈഫിൽ വന്നതാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ മറികടക്കാനുള്ള സൊല്യൂഷൻസ് ചിന്തിക്കാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അല്ലാതെ നമ്മൾ ചില കാര്യങ്ങൾ കാട് കയറി ചിന്തിക്കില്ലേ, ഓവർ തിങ്കിങ്. ഇനി എനിക്ക് എന്ത് സംഭവിക്കും, എനിക്ക് അങ്ങനെ സംഭവിക്കില്ല, എനിക്ക് ഇങ്ങനെ ആയിപ്പോലെ, അല്ലെങ്കിൽ എനിക്ക് ആരും ഇല്ലാതായിപ്പോലെ, ഞാൻ പരാജയപ്പെട്ടില്ല, ഇനി എൻ്റെ ലൈഫിലേക്ക് വിജയം വരില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒരിക്കലും റോങ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഓവർ തിങ്കിങ് ഇല്ലാതിരിക്കാം. അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അതിനൊരു അവെയർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നാളെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, ഞാൻ ഈ ഒരു കാര്യങ്ങളോർത്ത് വെറുതെ ഓവർ തിങ്ക് ചെയ്യേണ്ട, ഞാൻ ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം, നാളെ എനിക്കിതിനെ മറികടക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് വേറൊരു വിജയം ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വരും, അല്ലെങ്കിൽ എന്നെ ഒരു വ്യക്തിനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ മാറിപ്പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ഒരു പോസിറ്റീവ് തോട്ട്, അങ്ങനെ ഒരു തിങ്കിങ് കൊണ്ടുവരാൻ ശ്രമിക്കുക. റെഡ്യൂസ് ഓവർ തിങ്കിങ്, എസ്പെഷ്യലി നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ, എൻ്റെ ലൈഫ് തീർന്നു പോയി എന്നൊക്കെ രീതിയിലുള്ള തോട്ട്സുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മൈൻഡ് അത്രയും ഹേർട്ടായിരിക്കുന്ന സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നല്ലേ. അപ്പം ഇതിൽ മസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ
ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുന്നത് ചിലപ്പം ചില വ്യക്തികൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് ആയിരിക്കാം. നമ്മൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു വർക്ക്, അതിലെന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. റീസൺസ് ഇപ്പോൾ എന്തും ആവാം. അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കരുത്. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയും, നമ്മളൊരു പാർട്ട്ണറുമായിട്ടുള്ള എന്തെങ്കിലും വാക്ക് തർക്കത്തിലോ നമുക്ക് ഒരുപാട് ഹേർട്ടായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ മതി, എനിക്ക് ഈ റിലേഷൻ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ലൈഫിൽ നിന്ന് ഞാൻ മൂവ് ഓൺ ചെയ്യാൻ എനിക്ക് വേണ്ട അങ്ങനെ ഒരു കാര്യമാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിൽ ഒരു പക്ഷേ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കര 100% ഇട്ടായിരിക്കാം, പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് പറ്റി നിങ്ങളുടെ ബോസിൻ്റെ നിന്നൊക്കെ വഴക്കൊക്കെ കിട്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇനി എനിക്ക് ഈ ജോബ് വേണ്ട, ഇങ്ങനെയൊക്കെ രീതിയിലൊക്കെ നിങ്ങൾ ഡിസിഷൻസ് എടുക്കാൻ തീരുമാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സഡൻലി ചെയ്യരുതൊരിക്കലും. കാരണം നമ്മൾ ആ സമയത്ത് നമ്മുടെ ഇമോഷൻസ് പറയുന്നത് വളരെ പീക്ക് ലെവലിലാണ്, നമ്മൾ അത്രയും വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. അതിന് കുറച്ച് ടൈം നമ്മൾ കൊടുത്തേ പറ്റും നമ്മുടെ മനസ്സിന്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത്രയും തകർന്നിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തിങ്കിങ് ഒക്കെ റോങ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സിറ്റുവേഷനിൽ പെട്ടെന്ന് പോയിട്ട് ഡിസിഷൻ എടുക്കരുത്. ഒന്ന് തിങ്ക് ചെയ്യാനും, നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ റൈറ്റ് ആയിരിക്കാം, ഒരു പക്ഷേ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് പറഞ്ഞ ആൾക്കാരുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ ഭാഗത്ത് ഉണ്ടാവാമായിരിക്കാം, എന്തെങ്കിലും കാരണമെങ്കിലും നമുക്ക് ഒരു പക്ഷേ ഇരുന്ന് ഒന്നും കൂടെ ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഒന്നും കൂടെ ഇരുന്ന് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വക അതിലുണ്ടാവാം. കാരണം നമ്മൾ പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇമോഷൻ്റെ, നമ്മളെ മനസ്സ് അത്രയും തകർന്നതിൻ്റെ പുറത്ത് നമ്മൾ ഡിസിഷൻ എടുത്താൽ നാളെ നമുക്കത് പിന്നെ ആ ഡിസിഷൻ ഒന്ന് ഡീൽ ചെയ്തെടുക്കാൻ തന്നെ നമുക്ക് പാടുപെടും. അപ്പം നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ ഈ പറഞ്ഞ കാര്യം പോയിന്റ്സ് ഒക്കെ ഓർത്ത് അതിനൊന്ന് ഡീൽ ചെയ്യുക, നമ്മുടെ മനസ്സിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഹാൻഡിൽ ചെയ്തതിന് ശേഷം ചിന്തിക്കുക എന്താണ് അടുത്ത നെക്സ്റ്റ് എന്നുള്ളത്. അത് എന്താ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാതിരിക്കുക. ലേൺ ഫ്രം ദ ഹെഡ് വിതൗട്ട് ബ്ലെയിമിങ് യുവർ സെൽഫ്. ഇതാട്ടോ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത്. നമ്മുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും ഞാനൊക്കെ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എന്നെ എന്തൊക്കെ പറ്റുന്നില്ല, എന്നെ കൊള്ളില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും എന്നെയായിരുന്നു ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടാൽ ഞാൻ എൻ്റെ സ്റ്റോറീസ് എപ്പോഴും പറയാറുണ്ടായിരുന്നു. എപ്പോഴും എൻ്റെ തോട്ട്സ് എപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് വരിക, എന്നെ കൊള്ളാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ലക്കി ആയതുകൊണ്ടല്ലേ, അങ്ങനെയൊക്കെയുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ലൈഫിൽ ഈ ഒരു കാര്യം വന്നു, ഈ ഒരു വിഷമം, ഈ ഒരു ഹേർട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നു, ഇത് വരാനുണ്ടായിരുന്ന റീസൺ മനസ്സിലാക്കാം. അത് നമ്മൾ എങ്ങനെ തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിൽ പഠിച്ചെടുക്കുക. ഇതിൽ നിന്നും ഞാൻ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് എപ്പോഴും ഒരു പ്രശ്നങ്ങൾ വന്നാലും ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം എന്നറിയോ, എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ബാക്കിൽ വന്നിട്ടുള്ള ഓരോ ഫെയിലും ഞാൻ പഠിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എത്തിയിട്ടത്. നോർമലി നമ്മളെല്ലാവരും അങ്ങനെയല്ലേ അല്ലേ? ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ തോറ്റുപോയി, ആ തോറ്റത് നമ്മൾ പഠിച്ചിട്ടായിരിക്കാം. പഠിക്കുക മീൻസ് എഡ്യൂക്കേഷൻ അല്ല. ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻസിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടു, ആ വ്യക്തി നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ട് പോയി. നമ്മൾ കൊടുത്ത അത്രയും നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത ആ വ്യക്തിയോട് കാണിച്ചു, അതിൻ്റെ 1% പോലും കാണിച്ചില്ല. ഇത് നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മൾ മറ്റുള്ളവരെ ഓവറായിട്ട് വിശ്വസിക്കരുത്, അങ്ങനെയുള്ള. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം എടുത്ത് പോകരുത് കേട്ടോ. കാരണം അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, ഏത് രീതിയിലൊക്കെ മനസ്സിലാക്കണം എന്നുള്ള ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കാം അല്ലേ? ഞാൻ എപ്പോഴും മനുഷ്യന്മാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഞാൻ എങ്ങനെയായിരിക്കും, ഇപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിച്ച് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടും 100% ആ വ്യക്തിക്ക് വേണ്ടി അങ്ങനെ നിന്നതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും ഹെർട്ടായിട്ടുണ്ടാവുക. ലൈഫിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം. അതിൻ്റെ കൂടെ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് കൂടിയുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു ലെസണാണ്. പലപ്പോഴും പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നായാൽ പോലും നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് നമ്മൾ വേണ്ടി വരും കേട്ടോ. പക്ഷെ നമ്മളൊരു ആവശ്യം പറഞ്ഞു പോകുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോഴോ ഒട്ടും നമുക്ക് വില ഉണ്ടാവില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ഈ പടം പഠിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ ലൈഫ് തുടങ്ങി ഞാൻ ഒരു ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ സെൽഫ് ഭയങ്കര സെൽഫിഷാണ്. അവർക്ക് എല്ലാവർക്കും അവനവൻ്റെ കാര്യമാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം, പിന്നീടാണ് മറ്റുള്ളവരെന്നുള്ളതും. പക്ഷേ എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും, അവർക്ക് വേണ്ടി എന്താ പറയുക മരിക്കും എന്ന് പറയില്ല, അങ്ങനെയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അല്ല, ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അതിൻ്റെ കൂടെ എൻ്റെ ഉള്ളിൽ എപ്പോഴും കരുണാദയ ഈ വക കാര്യങ്ങൾ ഉണ്ടാവണം. മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും മാനിക്കണം, അവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം, അവരെപ്പോഴും സ്നേഹിക്കണം. പക്ഷേ അത് എനിക്കും കൂടെ ഒരു വിശ്വാസം ഉണ്ടാവണം ആ വ്യക്തി. അല്ലാതെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കരുത്, ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കരുത്. അങ്ങനെയൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഒരു മാറ്റം. അതായത് ഇപ്പം ഈ പറയാൻ കാരണം ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെഫിനറ്റ്ലി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ എന്ത് സിറ്റുവേഷൻസ് വരും, നമുക്ക് ഒരുപാട് ഹേർട്ട് കാര്യങ്ങളൊക്കെ വരാം. ഇതിൽ അവിടെ വീണ് പോവാതെ
നമ്മളൊരു പാഠം പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടത്. അതാണ് ആദ്യം പഠിച്ചെടുക്കേണ്ടത്, എപ്പോഴും പഠിച്ചെടുക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ലൈഫിൽ ഇങ്ങനെയുള്ള ഹേർട്ടൊക്കെ വരും. അത് വലിയ തോതിൽ വരാം, ചെറിയ തോതിൽ വരാം. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. ഇവ കാര്യങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ മനസ്സിൽ വെക്കാം. ഇതിനും അപ്പുറത്ത് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെയിന് വരാം. നമ്മൾ നമ്മുടെ മനസ്സിനെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നുവോ, നമ്മുടെ മനസ്സിനെ നമ്മൾ എത്രത്തോളം ബലപ്പെടുത്തുന്നുവോ, നമ്മുടെ മനസ്സിൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനത്തെ അറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറാൻ പറ്റും. അതിന് ഫോർ എക്സാമ്പിൾ ആട്ടോ എൻ്റെ സെൽഫൊക്കെ, എൻ്റെ ലൈഫൊക്കെ. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ വായിച്ചും പഠിച്ചു അറിഞ്ഞ് എൻ്റെ ഒരു ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ്. ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ തന്നെ സംഭവിച്ച ഒരാളാണ്. അങ്ങനെ ഭയങ്കര കരഞ്ഞൊരു മൂലയ്ക്ക് ഇരുന്ന് അങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും ചേഞ്ച് വന്നിട്ടുള്ളത്, നമ്മൾ ലൈഫിൽ മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിയേ തന്നെ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പോയിന്റ്സിലേക്ക് ഓർക്കുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്തുക. എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഹേർട്ടുകൾ വന്നിട്ടുണ്ടാവും. ഇതിനൊക്കെ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് തരണം ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ കുറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമുക്ക് തോന്നുന്ന ആ സമയത്ത് നമ്മൾ ബിഗ് സീറോ ആയിട്ട് നമുക്ക് തോന്നും. ആ ഒരു തോന്നലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പോയിന്റ്സ് എപ്പോഴും ഓർക്കാം. ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മനസ്സ് നമ്മളെപ്പോഴും ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അത് ഫിസിക്കലി ആയിരിക്കാം, മെൻ്റലി ആയിരിക്കാം, നിങ്ങളെല്ലാ രീതിയിലും ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. തീർച്ചയായിട്ടും ഈ പോയിന്റ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഹൗ ടു ഹാൻഡിൽ നമ്മുടെ മെൻ്റൽ ഹേർട്ട്. നമുക്ക് മനസ്സിലായിട്ട് എന്ത് പെയിൻ ഉണ്ടായാലും അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് ആട്ടോ. നമുക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും. ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഇതുപോലെ ചില വ്യക്തികളായിരിക്കും നമ്മളെ എപ്പോഴും ഇതുപോലെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. പൊതുവേ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് നമ്മുടെ പരാജയം ഒന്നായിരിക്കാം. ഒരു പക്ഷേ പരാജയപ്പെട്ടത് വേറൊരു കാരണമായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെപ്പോഴും എന്തെങ്കിലും റീസൺസ് കാരണം എപ്പോഴും വേദനിപ്പിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ വ്യക്തികളെ നമ്മളെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമായിട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്.